നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. RSSന്റെ നേതാവായ മോഹൻ ഭാഗവത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. RSSന്റെ കൈപ്പിടിയിലല്ലാതെ BJP എന്ന് മാറുന്നുവോ അന്ന് RSS നിരുപാധികം പിന്തുണ പിൻവലിക്കും എന്ന രീതിയിലേക്ക്. നരേന്ദ്രമോദിക്ക് പ്രായം 74 75 വയസ്സ് കഴിഞ്ഞാൽ BJPയിലേക്ക് പ്രമുഖരെ ആരെയും തന്നെ നിർത്തേണ്ടതില്ല എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. മാത്രമല്ല, ഒരു പാർട്ടി ഒരു പദവി എന്ന രീതിയാണ് BJP അവലംബിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു ഊഴം എന്ന് കൊടുക്കുമ്പോൾ അത് മുഴുവൻ കാലാവധിയും തേക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് RSS ആണ്. RSSന്റെ ഒരു പ്രചാരകനായി തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നരേന്ദ്ര ദാമോദരദാസ് മോദിക്ക് അതിൽ മറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിയില്ല. എത്രയൊക്കെ ശക്തനെന്ന് പറഞ്ഞാലും അവിടെയാണ് RSSന്റെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നിതിൻ ഗഡ്കരി എന്ന മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രി, അതായത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെ വരെ നരേന്ദ്രമോദി ഒതുക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിൻ്റെ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നാഗ്പൂരുകാരനായ നിതിൻ ഗഡ്കരിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മാത്രം കൈപ്പിടിയിൽ ഒതുക്കാവുന്നതല്ല ഈ പറയുന്ന ഭാരതം എന്ന് RSS കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ നിലവിലുള്ള ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് വേണം RSS മുന്നോട്ട് പോകാൻ എന്ന രീതി ഒരിക്കലും അഭിലഷണീയമല്ല. അതുകൊണ്ട് തന്നെ സർസംഘചാലകായ മോഹൻ ഭാഗവത് പുതിയ തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് തീർച്ചയായും അതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പുതിയ നേതാക്കളെ ഓരോ സ്ഥലത്തേക്കും ഓരോ സംസ്ഥാനത്തേക്കും പ്രസിഡന്റുമാരായി വിന്യസിക്കുന്ന കാര്യത്തിൽ പോലും RSSുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നില്ല എന്ന അഭിപ്രായം ഈയിടെ ചർച്ചയിലുണ്ടായി. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തീവ്രമായി തന്നെ പ്രമേയമായി അവതരിപ്പിക്കാനാണ് RSSന്റെ മുഴുവൻ പരിപാടി. അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾക്ക് ഇടയാക്കും. ഇത് കൃത്യമായി കോൺഗ്രസ് നിരീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് വീണ്ടും ഒരു തരംഗമുണ്ടാക്കി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ അനായാസം BJPക്ക് കഴിയും എന്നിരിക്കെ തന്നെ RSSന്റെ ചില ചടുലമായ നീക്കങ്ങൾ മോദിക്ക് പ്രഹരമാണോ അതോ ഗുണമാണോ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ BJPക്കുള്ളിൽ തന്നെ സംശയമുണ്ട്. മോദിയെ മാറ്റി യോഗിയെ കൊണ്ടുവരണമോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവരണമോ എന്ന രീതിയിലൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. രാജ്നാഥ് സിംഗിനും അതുപോലെ തന്നെ JP നഡ്ഡയ്ക്കും എതിരഭിപ്രായം പലതുമുണ്ട്. രാജ്നാഥ് സിംഗിനെ പ്രായാധിക്യത്തിൻ്റെ പേരിൽ മാറ്റാനുള്ള നരേന്ദ്രമോദിയുടെ പുതിയ തന്ത്രങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം 73 വയസ്സാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രായം 74. അങ്ങനെ പ്രായാധിക്യം എന്ന രീതിയിലേക്ക് രാജ്നാഥ് സിംഗിനെ ഒതുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. JP നഡ്ഡയെ ഒരു കടലാസ് പ്രസിഡന്റ് എന്ന രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന അമിത്ഷായുടെ തന്ത്രങ്ങൾക്കും കൃത്യമായും മറുമരുന്ന് പണിയാൻ മോഹൻ ഭാഗവതിന് കഴിയും എന്നുള്ളതും ഇപ്പോഴത്തെ വസ്തുതയാണ്. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ആധിപത്യം BJPക്കുള്ളിൽ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ട, കൂടുതൽ തീരുമാനങ്ങൾ ഐക്യകണ്ഠേന എടുത്താൽ മതി, അല്ലാതെ ഏകപക്ഷീയമായി വേണ്ട എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് RSS പ്ലാൻ. അത് മോദിക്ക് ഏകാധിപത്യത്തിൻ്റെ ഒരു അതിർവരമ്പായി കൽപ്പിക്കപ്പെടുന്നു.